സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്ത നിവാരണത്തിൽ അനാസ്ഥയും ഏകോപനമില്ലായ്മയും ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ് എന്ന ആരോപണം. റാന്നിയിൽ മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നതിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പരാജയത്തിലും പിണറായി ആശങ്ക പ്രകടിപ്പിച്ചു. കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതമാക്കണമെന്നും വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, അല്പം മുമ്പാണ് പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. റാന്നിയിൽ ഡാം തുറന്നതുമായി ബന്ധപ്പെട്ട് വിമർശനമുണ്ട്. അതുപോലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ഭക്ഷണം എത്തിക്കാത്തതുമായി ബന്ധപ്പെട്ട് വിമർശനമുണ്ട്. ഏകോപനത്തിലുണ്ടാകുന്ന വീഴ്ചകളെക്കുറിച്ചുള്ള വിമർശനമുണ്ട്. ഇതൊക്കെ പരിഹരിക്കണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നു. അതെ മധു, തീർച്ചയായിട്ടും രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാർ സംവിധാനത്തെ ഈ ദുരന്തഘട്ടത്തിൽ വിമർശിച്ചിരിക്കുന്നത്. ഓരോ കാരണങ്ങൾ, ഓരോ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മുന്നോട്ട് പോകുന്നത്. അതിലാദ്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഏകോപനത്തിലും കാര്യമായ അനാസ്ഥ ഉണ്ടായിരിക്കുന്നു. ആ അനാസ്ഥ മൂലം സാധാരണക്കാരായ ജനങ്ങൾ, ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ കൂടുതൽ ബുദ്ധിമുട്ടും പ്രതിസന്ധിയിലേക്കും തള്ളിവിടപ്പെടരുത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദുരിതാശ്വാസ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ടതാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സാധാരണക്കാരായ മനുഷ്യർ ഏതാണ്ട് 100ഓളം ക്യാമ്പുകളായി 1000ഓളം പേർ താമസിക്കുന്നു. അവർ വലിയ തരത്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾ പോലും കിട്ടാത്ത ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ ഭക്ഷണ സാധനം വിതരണം ചെയ്യുന്നതിനും മരുന്നുകളും അവശ്യ വസ്തുക്കളും വിതരണം ചെയ്യുന്നതിനും സർക്കാർ സംവിധാനങ്ങൾക്ക് പോരായ്മ പറ്റിയെന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ഈ ഘട്ടത്തിൽ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രവർത്തകരും വിവിധ നാട്ടുകാരും ചേർന്നാണ് ഇവിടെ ഈ ഭക്ഷണ സാധനങ്ങൾ അടക്കമുള്ള സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. അത് എന്തുകൊണ്ടുണ്ടായി എന്ന് പരിശോധിക്കണം. ഉടൻ തന്നെ അത് പരിഹരിച്ച് ഭക്ഷണം, വെള്ളം, വസ്ത്രം, അടിയന്തര അവശ്യ വസ്തുക്കൾ തുടങ്ങിയവ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കണം എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ട റാന്നിയിൽ മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നുവിട്ടു എന്ന ആരോപണം ശക്തമായി ഉയരുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ കടയിലെ സാധനങ്ങൾ എടുത്തു മാറ്റുന്നതിനോ അവശ്യ വസ്തുക്കളുമായി സാധാരണക്കാരായവർക്ക് അവിടെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാറുന്നതിനോ വേണ്ടി സാവകാശം കിട്ടിയിട്ടില്ല. അക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യർ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. ആ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം വീഴ്ചകളെല്ലാം തന്നെ പരിശോധിച്ച് അനാസ്ഥകളെല്ലാം തന്നെ പരിഹരിച്ച് അടിയന്തരമായി ഈ വിഷയത്തിൽ ഗൗരവപൂർവ്വം ഇടപെടണമെന്ന ആവശ്യവും കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതപ്പെടുത്തണമെന്ന ആവശ്യവും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സൂചിപ്പിക്കുന്നു. മാധു.